താരസംഘടനയായ അമ്മയിൽ തർക്കം രൂക്ഷം. ശ്വേതാ മേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. ജനറൽ ബോഡിയിൽ നടന്നത് തമ്മിലടിയെന്ന് ശ്വേതാ മേനോൻ. ചിലർ അസഭ്യ വർഷം നടത്തി. കൊല്ലം തുളസിയുടെയും മല്ലിക സുകുമാരൻ്റെയും മൈക്ക് ബലമായി പിടിച്ചുവാങ്ങി. ചിലർ മദ്യപിച്ചാണ് ജനറൽ ബോഡിക്ക് എത്തിയതെന്നും ശ്വേത. അമൽനാഥ് ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് ഈ യോഗത്തിൽ സംഭവിച്ചത്? വിശദാംശങ്ങൾ. ശ്വേതാ മേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള 44 മിനിറ്റുള്ള ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. ഈ ഓഡിയോ സംഭാഷണത്തിൽ ശ്വേതാ മേനോൻ പറയുന്നത് ഈ കഴിഞ്ഞ മാസം 21-ാം തീയതി നടന്ന ജനറൽ ബോഡിയിലെ കാര്യങ്ങളാണ്. അതിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ മുതിർന്ന താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ആ ജനറൽ ബോഡിയുടെ തുടക്കം മുതൽ തന്നെ ഒന്നും പറയാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് അവർ തനിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു ജനറൽ ബോഡി കഴിഞ്ഞ് ശ്വേതാ മേനോൻ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ പലരും പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണമാണ് നിലവിൽ പുറത്തു വന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതു മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഘടനയ്ക്കകത്ത് അൻസിബ ടിനി ടോമിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. നീന കുറിപ്പ് ടിനി ടോമിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് സംഘടന പോകുന്നു. അത്തരത്തിൽ നിരവധി പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ജനറൽ ബോഡിയിലും കണ്ടത്. അതിൽ പേരെടുത്താണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബാബുരാജ്, സിദ്ദിഖ്, ഇടവേള ബാബു, മാല പാർവതി, അങ്ങനെ പലരും തനിക്കെതിരെ ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതികരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അന്ന് രാജിസന്നദ്ധത അറിയിച്ചിരുന്ന ശ്വേതാ മേനോൻ എന്നാൽ താൻ രാജിവെക്കാൻ തയ്യാറല്ല എന്ന ഒരു കാര്യം കൂടി പറയുന്നു. അതിന്റെ ഒരു പ്രധാന കാരണമായി ശ്വേതാ മേനോൻ സൂചിപ്പിക്കുന്നത് തനിക്ക് തന്റെ നിരപരാധിത്വം അത് തെളിയിക്കണം, അതിനുള്ള എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട്. അതായത് ഈ ജനറൽ ബോഡിയുടെ എല്ലാ റെക്കോർഡുകളും, അവിടെ ഉണ്ടായിരുന്നതിന്റെ വീഡിയോ, ഒപ്പം തന്നെ ഓഡിയോ സംഭാഷണങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് താൻ കാര്യങ്ങൾ തെളിയിക്കും. തനിക്ക് എതിരെ അസഭ്യവർഷം തന്നെയാണ് ആ ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്നത് എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ ബാബുരാജ് ഈ ഒരു ഭരണസമിതിയുടെ ഭാഗമായ സാഹചര്യത്തിൽ അന്ന് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ സംഘടനയ്ക്കകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന ഒരു കാര്യം കൂടി ശ്വേതാ മേനോൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള, അതായത് സാമ്പത്തികമായ ക്രമക്കേട് അന്ന് ബാബുരാജിന്റെ ആ ഒരു സമയത്ത് നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബാബുരാജും മറ്റു പല മുതിർന്ന താരങ്ങളും തനിക്കെതിരെ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ കയ്യിൽ നിന്നും താൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ കോടതിയിൽ സമീപിക്കും എന്നൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്. അത്തരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ അന്ന് ആ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് താൻ തെളിയിക്കും. അത് സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ നൽകിയത്.